ബാലചന്ദ്ര റഹ്മാനെ വിളിച്ച് ചോദിച്ചു, ഇപ്പോൾ ഇങ്ങനെയുണ്ട്. അപ്പോൾ ഒരു കാര്യം മാത്രമാണ് റഹ്മാനോട് പറഞ്ഞത്, ഞങ്ങൾ സംവിധായകർ ഒരു നായികയെയും തീരുമാനിക്കുമ്പോൾ ഞങ്ങളുടെ മനസ്സിലൊരു സങ്കല്പമുണ്ട്. ആ കഥാപാത്രം ഇന്നയാൾക്ക് യോജിക്കും, ഈ കഥാപാത്രം ഇന്നയാൾക്ക് യോജിക്കും എന്ന് വ്യക്തമായ തീരുമാനമെടുത്തുകൊണ്ടാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഈ സിനിമ മോശമാകാൻ ഞങ്ങൾ ഫിലിം ബൈ ഡയറക്ടർ എന്ന പേരാണ് എഴുതി കാണിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കാണിക്കാൻ, ഈ പേരുദോഷം വരുത്താൻ ഏതെങ്കിലും സംവിധായകൻ തയ്യാറാകുമോ? ഏതെങ്കിലും നിർമ്മാതാവ് തയ്യാറാകുമോ? ഏതെങ്കിലും എഴുത്തുകാർ തയ്യാറാകുമോ? ഇല്ലല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ ഈ റഹ്മാൻ ഇത്തരം ചിന്താഗതികൾ പാടെ ഉപേക്ഷിക്കണം. ഇതൊരു ഉപദേശം മാത്രമാണ്. എൻ്റെ സെറ്റിലായതുകൊണ്ട് ഞാനെല്ലാം മനസ്സിലാക്കി വളരെ ബുദ്ധിപൂർവ്വം ചെയ്തു. ഇത് മറ്റൊരു സംവിധാനം ചെയ്യാത്ത കാര്യമാണെന്ന് നൽകി. ഇത്രയും മനോഹരമായി ബുദ്ധിപരമായി തൻ്റെ രണ്ട് കഥാപാത്രങ്ങളെ, നായകനെയും നായികയെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിഞ്ഞു എന്നുള്ളതാണ് പുതു അർത്ഥങ്ങളിലൂടെ ബാലചന്ദ്ര ചെയ്ത ഒരു വലിയ കാര്യം. ഒപ്പം ഈ റഹ്മാൻ എന്നുള്ള നടനെ തമിഴ് സിനിമയിലെ വലിയ നടനാക്കി മാറ്റാനും കഴിഞ്ഞു.